നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം ഞായറാഴ്ച 1:28 തുറന്നു. നാഗരാജാവ് കാവലിരിക്കുന്നു എന്ന് കരുതുന്ന രത്നഭണ്ഡാരം തുറക്കുന്നതിന് മുൻപ് നാഗപൂജ നടത്തി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭാഗമായാണ് രത്നഭണ്ഡാരം കണക്കാക്കപ്പെടുന്നത്. ഒരു ചരിത്ര നിശ്ചയം പോലെ രത്നഭണ്ഡാരം തുറക്കുമ്പോൾ ഒഡീഷ ഭരിക്കുന്നത് BJP സർക്കാരാണ്. നേരത്തെ ബിജു ജനതാദൾ BJD നേതാവ് നവീൻ പട്നായിക് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് രത്നഭണ്ഡാരം തുറക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും രത്നഭണ്ഡാരം തുറക്കുന്ന ദിവസമായപ്പോഴേക്ക് BJDയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ് BJP അധികാരത്തിലെത്തുകയായിരുന്നു. 1978 ശേഷം ഇതാദ്യമായാണ് രത്നഭണ്ഡാരം തുറക്കുന്നത്. അതായത് 46 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രത്നഭണ്ഡാരം തുറക്കുകയാണ്. അമൂല്യമായ ഒട്ടേറെ രത്നങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി എന്നിവ ഈ ഭണ്ഡാരത്തിൽ ഉള്ളതായി കരുതുന്നു. രത്നഭണ്ഡാരം തുറന്ന് അതിലെ വസ്തുക്കൾ വിശദമായി തിട്ടപ്പെടുത്തുകയാണ് ലക്ഷ്യം. ക്ഷേത്രത്തിന്റെ പ്രധാന കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിലായിരിക്കും രത്നഭണ്ഡാരത്തിന്റെ സ്വത്ത് എണ്ണി തിട്ടപ്പെടുത്തുക. ഒഡീഷ റിവ്യൂ മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ഈ രത്നഭണ്ഡാരത്തിനുള്ളിൽ 74 തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 180 തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന് 2 അറകളുണ്ട്. ഇന്നർ ചേംബറും ഉള്ളിലെ അറ, ഔട്ടർ ചേംബറും പുറത്തെ അറയും. ഇതിൽ പുറത്തെ അറ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവ ദിനത്തിൽ മുഖ്യ പുരോഹിതൻ തുറന്ന് അതിലെ ആഭരണങ്ങളെല്ലാം പുറത്തെടുക്കാറുണ്ട്. ഉള്ളിലെ അറയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. അത് 1978 മെയ് 13 മുതൽ ജൂലൈ 23 വരെയാണ് തുറന്ന് അതിലെ ആഭരണങ്ങളുടെയും രത്നങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കിയത്. 1985 ഈ അറ തുറന്നെങ്കിലും കൂടുതലായി പരിശോധനകൾ നടത്തിയില്ല. അമൂല്യ സ്വത്തുക്കളുടെ ഉറവിടമായി കരുതുന്ന രത്നഭണ്ഡാരത്തിലെ ഉള്ളറയുടെ താക്കോൽ നഷ്ടപ്പെട്ടു എന്ന വാർത്ത ഇതിനുള്ളിൽ പുറത്തു വന്നത് ഞെട്ടലോടെയാണ് ഭക്തസമൂഹം ശ്രവിച്ചത്. ഇതേ തുടർന്ന് 2018 ഏപ്രിൽ 4-ന് 16 അംഗ സംഘം രത്നഭണ്ഡാരത്തിൽ പരിശോധനയ്ക്കായി കടന്നു. രത്നഭണ്ഡാരത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു ഇരുമ്പ് ഗ്രില്ലിന് പുറത്തു നിന്ന് സെർച്ച് ലൈറ്റ് ഉപയോഗിച്ചാണ് അന്ന് ഉള്ളറ പരിശോധിച്ചത്. പിന്നീട് പുരി ജില്ലാ ഭരണകൂടം ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ലഭിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ധാരാളം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്ന് അന്തരീക്ഷം വഷളായി. പിന്നീട് ഒഡീഷ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള BJD സർക്കാർ രത്നഭണ്ഡാരം തുറക്കാൻ 12 അംഗ സമിതിയെ നിയോഗിച്ചു. റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് അരിജിത് പസായത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി ഉള്ളിലെ അറയിലെ വജ്രാഭരണങ്ങളുടെ കണക്കെടുത്ത് ലിസ്റ്റ് തയ്യാറാക്കും. സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിച്ചാണ് രത്നഭണ്ഡാരം തുറന്നത്. രത്നഭണ്ഡാരം തുറക്കുന്നതിന്റെ മുഴുവൻ നടപടികളും വീഡിയോയിൽ പകർത്തുകയാണ്. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ അടങ്ങുന്ന പ്രത്യേക പെട്ടികൾ സൂക്ഷിക്കാൻ കനത്ത സുരക്ഷയോടെ താൽക്കാലിക സ്ട്രോങ് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. രത്നഭണ്ഡാരത്തിന്റെ വിശദമായ കണക്കും തയ്യാറാക്കും. ട്രഷറിയിൽ പ്രവേശിക്കാൻ 11 അംഗ സംഘത്തെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. ഒറീസ ഹൈക്കോടതി ജഡ്ജി ബിശ്വാസ് രഥ്, ശ്രീ ജഗന്നാഥ ക്ഷേത്ര അഡ്മിനിസ്ട്രേഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ അരബിന്ദ പാധി, ASI സൂപ്രണ്ട് ഡിബി ഗദനായക്, പുരിയിലെ ടൈറ്റിൽ രാജാവായ ഗജപതി മഹാരാജയുടെ പ്രതിനിധി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഇൻവെന്ററി സംഘം ഉടൻ നടത്തില്ലെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഏജൻസിയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.